ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞായറാഴ്ചയാണേ. അപ്പോൾ ഞായറാഴ്ചത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഞായറാഴ്ച കൊണ്ട് ഇന്ന് റോഹന് സ്കൂളിൽ പോകണ്ട, അതുകൊണ്ട് ലേറ്റ് ആയിട്ടായിരുന്നു എഴുന്നേറ്റത് കേട്ടോ. അപ്പോൾ രാവിലെ മുട്ടക്കറിയും ദോശ ഉണ്ടാക്കി, റോഹനും ചെറിയത് കഴിച്ചു. ഞാൻ കഴിച്ചില്ല, ഞാൻ കുളിച്ച് റെഡി ആയി ഇപ്പോൾ വീഡിയോ എടുക്കുന്നതാണ്. ഇനി എനിക്ക് കഴിക്കണം. പിന്നെ ഇന്നത്തെ ദിവസം ഇനിയിപ്പോൾ ഉച്ചക്കത്തെ ചോറും കറിയും ഉണ്ടാക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഷോർട്സിലിടാൻ വേണ്ടി 2 ഡാൻസ് വീഡിയോ എടുക്കണം. അപ്പോൾ പുറത്തോട്ടൊന്നും ഇന്ന് പോകുന്നില്ല, ഇവിടെ നിന്ന് തന്നെയായിരിക്കും ഡാൻസ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ആ സമയത്ത് എൻ്റെ ഡാൻസിൻ്റെ ഔട്ട്ഫിറ്റും അതുപോലെ എവിടെ നിന്നാണ് ഡാൻസിൻ്റെ വീഡിയോ എടുക്കുന്നതെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ കാണിച്ചു തരാം, ഉച്ചക്കത്തെ ചോറും കറി ഉണ്ടാക്കുന്നതൊക്കെ. ആ സമയത്ത് പക്ഷേ വോയിസ് ഓവർ ആയിരിക്കും കൊടുക്കുന്നത് കേട്ടോ, ഡയറക്റ്റ് സംസാരിച്ചുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ഇന്ന് സൺഡേ ആയതുകൊണ്ട് റോഹന് സ്കൂളിൽ പോകണ്ടാത്തതുകൊണ്ട് തന്നെ ഇന്ന് TV വെച്ചിട്ടുണ്ട്. അപ്പോൾ TVൻ്റെ സൗണ്ട് ഉണ്ടാകുന്ന സമയത്ത് വീഡിയോന് കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. അതുകൊണ്ട് തന്നെ ഞാൻ ഡയറക്റ്റ് സംസാരിക്കില്ല, വോയിസ് ഓവറായിരിക്കും കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ രാത്രി വരെയുള്ള ഞങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം ഉച്ചക്കത്തെ ചോറ് ഉണ്ടാക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാം, ആ സമയത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കട്ടെ, അതിനുശേഷം വീഡിയോ എടുക്കാം. അങ്ങനെ ഞാൻ ദോശയും മുട്ടക്കറിയും കഴിച്ചിട്ട് അടുക്കളയിൽ കയറി കേട്ടോ. അപ്പോൾ എഴുന്നേക്കാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ചോറുണ്ടാക്കാനും ലേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ചോറിൻ്റെ വെള്ളം വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ തലേദിവസം തന്നെ കൊഞ്ച് ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെള്ളം ഒഴിച്ച് വെക്കുകയാണ് തണുപ്പ് മാറാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കറി ഉണ്ടാക്കുന്നത് കൊഞ്ച് തീയലാണേ. അപ്പോൾ കൊഞ്ച് തീയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചെറിയുള്ളി, പിന്നെ സവാളയും, പിന്നെ തക്കാളിയും പച്ചമുളക്, പിന്നെ ഉരുളൻകിഴങ്ങ്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൾറെഡി കൊഞ്ച് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ തേങ്ങ വറുത്തരച്ചാണ് കറി വെക്കുന്നത്. അപ്പോൾ തേങ്ങയും ചെരുവ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കറിയിലിടുന്ന പൊടികളൊക്കെ ഞാൻ ആ സമയത്ത് കാണിച്ചു തരാം കേട്ടോ, കറി ഉണ്ടാക്കുന്ന സമയത്ത്. പിന്നെ കൊഞ്ച് തീയൽ ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും അറിയാത്തവരും ഉണ്ടാവുമല്ലോ. പിന്നെ അങ്ങനെ ചോറിൻ്റെ വെള്ളം തിളച്ച് ഞാൻ അരിയൊക്കെ കഴുകിയിട്ട് പിന്നെ ഒരടുപ്പിൽ കറി വെക്കാൻ വേണ്ടിയിട്ട് ചട്ടി ചൂടാക്കാൻ വെച്ചേ. പിന്നെ മറ്റേ അടുപ്പിൽ ഞാൻ പാൻ ചൂടാക്കാൻ വെച്ച്. എന്താണെന്ന് വെച്ചാൽ ഒരടുപ്പിൽ ഇപ്പോൾ ചെറിയുള്ളിയും തക്കാളിയും ഉരുളൻകിഴങ്ങും എല്ലാം വേവുന്ന സമയം കൊണ്ട് തേങ്ങയും വേണ്ടി വരുമല്ലോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് കറി ഉണ്ടാക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അതും വെച്ചു. ഇനി നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യം പറയട്ടെ. പിന്നെ എൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഹെയർ ഉണ്ടല്ലോ, അതായത് സൈഡിൽ കാണുന്ന ഹെയർ ഞാൻ കട്ട് ചെയ്തിട്ടല്ല കേട്ടോ. ഞാൻ ടാബ്ലറ്റ്സ് കഴിക്കുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് മുടി കൊഴിയുന്നുണ്ട്. അപ്പോൾ എൻ്റെ പഴയ വീഡിയോസ് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ആ സമയത്തുള്ള മുടിയല്ല ഇപ്പോൾ നന്നായിട്ട് കൊഴിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് കാണുന്നല്ല, അതുപോലെ തന്നെ ഇപ്പോൾ കിളിച്ച് വരുന്നുണ്ടേ. അപ്പോൾ ഫ്രണ്ട് കാണുന്നല്ല ബേബി ഹെയർസാണ്, കിളിച്ച് വരുന്നതാണ്. അപ്പം ഞാനത് എത്ര ഒതുക്കി വെക്കാൻ നോക്കിയിട്ടും ഒതുങ്ങി വരുന്നില്ല, വന്ന് ഫ്രണ്ടിലേക്ക് വീഴും, മഹാവൃത്തികേട്. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ ഒതുക്കി വെച്ചതാണേ. അപ്പോൾ എൻ്റെ വീഡിയോസിൻ്റെ എല്ലാം താഴെ ചില വീഡിയോസിൻ്റെ എല്ലാം കമൻറ്റ് ഉണ്ടാവും ഏത് വെളിച്ചെണ്ണ തേക്കുന്നതെന്ന് കേട്ടോ. അതായത് ഞാൻ ഈ ടാബ്ലറ്റ്സ് എല്ലാം കഴിച്ചിട്ടും ഇങ്ങനെ ഇത്രയെങ്കിലും മുടി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇങ്ങനെ ഏത് വെളിച്ചെണ്ണ തേക്കുന്നതെന്ന് ചോദിച്ചിട്ട് കമൻറ്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ തന്നെ കാച്ചുന്ന വെളിച്ചെണ്ണയാണ് തേക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ പറ്റുവാണെങ്കിൽ അടുത്ത വീഡിയോ, അതിന് പറ്റിയ സാധനങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ അടുത്ത വീഡിയോയിൽ വെളിച്ചെണ്ണ കാച്ചുന്ന കാണിക്കാം കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അതേപോലെ തന്നെ മുടി കൊഴിച്ചൽ പോലെ തന്നെ ടാബ്ലറ്റ്സിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് എനിക്ക് കണ്ണിനടിയിൽ നല്ലതുപോലെ ഡാർക്ക് സർക്കിൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ഉറക്കക്കുറവും പിന്നെ ടാബ്ലറ്റ്സിൻ്റെ സൈഡ് എഫക്റ്റും കാരണമാണ്. അപ്പോൾ ഞാനത് മാറ്റാൻ വേണ്ടിയിട്ട് കുറേ ഹോം റെമഡീസ് ഇപ്പം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് നല്ലതുപോലെ റിസൾട്ട് കിട്ടുവാണെങ്കിൽ ഞാൻ അതും, റിസൾട്ട് കിട്ടിയതിന് ശേഷം അതും ഏതെങ്കിലും ഒരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ മൂക്കിലിരിക്കുന്നത് മൂക്കുത്തിയല്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൂക്കുത്തെ, പക്ഷെ ഇവിടെ ഏട്ടന് ഇഷ്ടമില്ല. പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റെഡും അതും ഏട്ടന് ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ മെയിനായിട്ട് മൂക്ക് കുത്താത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഒന്ന് ഏട്ടന് ഇഷ്ടമില്ലാത്തതുകൊണ്ടും, രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ എങ്ങനെയെങ്കിലും ഏട്ടനെ പറഞ്ഞ് സമ്മതിപ്പിച്ച് മൂക്ക് കുത്തിയാൽ തന്നെ ചിലപ്പോൾ കുത്തിയതിന് ശേഷം അന്ന് രാത്രിയിലോ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസമോ എനിക്ക് തന്നെ തോന്നും അയ്യോ വേണ്ടായിരുന്നല്ലോ എന്ന്, അങ്ങനെ തോന്നുന്നൊരു ആളാണ് ഞാൻ കേട്ടോ. അപ്പോൾ അയ്യോ പിന്നെ കുത്തിയതിന് ശേഷം പിന്നെ അഴിച്ചാലും അതിൻ്റെ പാടം അങ്ങനെ തന്നെ ഉണ്ടാവില്ലേ, ഹോള്. അപ്പോൾ അങ്ങനെ തോന്നുന്നതുകൊണ്ട് തന്നെ വലിയ ഇഷ്ടമാണ്, പക്ഷെ ചിലപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയേക്കാം. അതുകൊണ്ടാണ് മൂക്ക് കുത്താത്തത്. പിന്നെയെന്ന് വെച്ചാൽ ഇങ്ങനെ മൂക്കുത്തി വെക്കണം എന്ന് തോന്നുന്ന സമയത്തെല്ലാം ഞാനിങ്ങനെ കല്ലിൻ്റെ പൊട്ട് വാങ്ങിച്ചിട്ട് അത് വെക്കും കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ മൂക്കുത്തിയ ആൾക്കാരെ കാണാൻ നല്ല ഭംഗിയുണ്ടാവില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ പൊട്ടെടുത്ത് മൂക്കിൽ വെച്ചതാണേ. പിന്നെയാണെങ്കിൽ ഇതാ ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടായി കടുക് പൊട്ടിച്ച് അതിൽ ചെറിയുള്ളിയും സവാളയും വഴറ്റിയെടുക്കുന്നതാണേ. മറ്റേ അടുപ്പിൽ തേങ്ങയും
വഴറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടേ. സവാളയും ചെറിയുള്ളിയും വഴറ്റുന്ന സമയത്ത് തന്നെ ഞാൻ അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയിലിട്ട് നന്നായിട്ട് അത് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ തക്കാളി, പച്ചമുളക്, ഉരുളൻകിഴങ്ങ്, പിന്നെ കൊഞ്ചിൽ വെള്ളം ഒഴിച്ച് വെച്ചില്ലേ, ആ വെള്ളം മൊത്തം കളഞ്ഞിട്ട് ആ കൊഞ്ചും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അത് വേവിക്കാൻ വെക്കണം. അതിൽ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. പിന്നെയാണ് പൊടികളെല്ലാം ചേർക്കുന്നത്. പിന്നെ അതിൽ 2.5 സ്പൂണ് മുളക് പൊടി, 1.5 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി ഓൾറെഡി ഇട്ടു 1/2 സ്പൂണ്. ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് പിന്നെ തേങ്ങ പൊടികളൊന്നും ചേർത്തില്ല, തേങ്ങ മാത്രം വറുത്തെടുത്തിട്ട് അതരച്ചിട്ട് അത് ഈ വേവിക്കാൻ വെച്ച ഈ കൊഞ്ചുണ്ടല്ലോ അതിലേക്ക് ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും ഇട്ടിട്ട് വേവിക്കാൻ വെക്കണം. ഇങ്ങനെയാണ് ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ വേവിക്കാൻ വെച്ച ഈ കൊഞ്ചുണ്ടല്ലോ അതിൽ കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ബാക്കി പൊടികൾ പിന്നെ ഈ വറക്കുന്ന തേങ്ങയിൽ ഇട്ട് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ചെറിയുള്ളി, അതേപോലെ തന്നെ വെളുത്തുള്ളി, പിന്നെ കുരുമുളക്, ഇതൊക്കെ ഈ തേങ്ങ വറക്കുന്നതിൽ ഇട്ട് കൊടുത്തിട്ട് അത് അരച്ചെടുത്തിട്ട് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഉണ്ടാക്കിയ രീതി ഞാൻ പറഞ്ഞല്ലോ, ആ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയത്, ഇപ്പോൾ ഉണ്ടാക്കിയത്. അങ്ങനെ ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. തേങ്ങയിൽ ഇങ്ങനെ പൊടികളും അതുപോലെ വെളുത്തുള്ളി, പിന്നെ ചെറിയുള്ളി, കുരുമുളക് ഇട്ടിട്ട് അത് വറുത്തെടുത്തിട്ട് അത് അരച്ചിട്ടും ചേർക്കാറുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഉണ്ടാക്കിയത് ഈ രീതിയിലാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റ് ഇട്ട ഡേ ഇൻ മൈ ലൈഫ് ഉണ്ടല്ലോ എൻ്റെ, അപ്പോൾ അതിലാണെങ്കിൽ ഞാൻ എൻ്റെ വീടിൻ്റെ മുറ്റത്തുനിന്ന് സപ്പോർട്ട് പറിക്കുന്ന കാണിച്ചിരുന്നില്ലേ, ഞാൻ തന്നെ നട്ട് വളർത്തിയതാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ സപ്പോർട്ടാണെങ്കിൽ അന്ന് 2 സപ്പോർട്ടായിരുന്നു പറിച്ചെടുത്തത്. അതിൽ 1 പഴുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ റോഹനും ചെറിയ അവിടെ ടി വിയും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവർക്ക് ജ്യൂസ് അടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിലൊന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് പാലും പഞ്ചസാരയും ഇട്ടിട്ട് ആദ്യം മിക്സിയിലൊന്ന് അടിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൽ ഹോർലിക്സും പിന്നെ വെള്ളവും ചേർത്തിട്ട് അതും ഒന്നുകൂടെ മിക്സിയിൽ അടിച്ചിട്ട് ജ്യൂസാക്കിയിട്ട് അവർക്ക് 2ആൾക്കും കൊടുത്തു കേട്ടോ. പിന്നെ ബാക്കി വന്നത് ഞാനും കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള ജോലി ചെയ്തത് കേട്ടോ. പിന്നെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഞാൻ മറ്റേ വാഴേൻ്റെ കൂമ്പ് പൊടിച്ചെടുത്തില്ലേ, അത് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാ കറി നല്ലതുപോലെ തിളച്ച് വെന്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചു. പിന്നെ ഇതായിരുന്നു വാഴയിൽ നിന്ന് പൊടിച്ചെടുത്ത കൂമ്പ്. അപ്പോൾ ഇതെടുത്തിട്ട്
ഇനി തോരൻ വെക്കണം. ഇത് തോരൻ വെക്കാൻ നല്ലതുപോലെ അരിഞ്ഞെടുത്തിട്ട് അതിലേക്ക് ഒരു സവാളയും അതുപോലെ തന്നെ പച്ചമുളകും അരിഞ്ഞിട്ടിട്ട് പിന്നെ അതിൽ തേങ്ങ ചേർക്കണമല്ലോ. അതിൽ തേങ്ങയിൽ ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ചെറിയുള്ളി, വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ട് ചെറുതായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് ഈ തോരൻ അരിഞ്ഞ് വെച്ച കൂമ്പിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കണം. പിന്നെ പാൻ ചൂടാക്കാൻ വെച്ചിട്ട് കടുക് പൊട്ടിച്ച് അതിലേക്ക് ഞാൻ ഉഴുന്നും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഉഴുന്നും ഇട്ട് ഈ അരിഞ്ഞ് വെച്ച തോരൻ അരിഞ്ഞ് വെച്ച കൂമ്പെടുത്തിട്ട് അതിൽ തട്ടിക്കൊടുക്കുക. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട, അല്ലാതെ തന്നെ ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കാൻ വെച്ചു കേട്ടോ. അപ്പം ഞാൻ അതേ സമയം മറ്റേ അടുപ്പിലാണെങ്കിൽ മോര് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തക്കാളി, പച്ചമുളക്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതും വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ മോര് കറിക്കുള്ള തക്കാളി വെന്തതിന് ശേഷം ഞാനതിൽ തേങ്ങ അരച്ച് ചേർക്കണമല്ലോ. അപ്പോൾ തേങ്ങ അരച്ച് ചേർക്കുന്നതിൽ ചെറിയുള്ളി, തേങ്ങ, പിന്നെ ജീരകം, പിന്നെ തൈര്, പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി, ഇത്തിരി മുളക് പൊടിയും ചേർത്തിട്ടാണ് ഞാൻ അത് അരച്ചെടുത്തത് കേട്ടോ. എന്നിട്ട് അത് തക്കാളിയിലേക്ക് തട്ടിക്കൊടുക്കുക. നല്ലതുപോലെ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കാൻ വെച്ച് പിന്നെ ചെറുതായിട്ട് ചൂടായപ്പോൾ അതിൽ കടുകും കറിവേപ്പില ഒക്കെ പൊട്ടിച്ചിട്ട് കൊടുത്തു. അപ്പോൾ കറി റെഡിയായി. ഇതാ തോരനും റെഡിയായി, മോര് കറിയും റെഡിയായി കേട്ടോ. അങ്ങനെ ഇതാ എൻ്റെ ചോറും അതുപോലെ മീൻകറി, മോര് കറി, പിന്നെ തോരൻ എല്ലാം റെഡിയായി. ഞാനാണെങ്കിൽ അപ്പം തന്നെ, അതായത് ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഞാൻ പാത്രവും കഴുകി വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ചോറും കറിയൊക്കെ ആയപ്പോൾ തന്നെ എൻ്റെ ജോലി മുഴുവൻ തീർന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇതാ അടുക്കള മുഴുവൻ ക്ലീനായി. ഇനി ഞങ്ങൾ 3 പേരും ഒരുമിച്ചിരുന്ന് ചോറ് കഴിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ജെറീനെ ഉറക്കണം. ജെറീനെ ഉറക്കി കഴിഞ്ഞാലേ എനിക്ക് ഡാൻസിൻ്റെ വീഡിയോ എടുക്കാനാവും. അപ്പോൾ നമുക്കിനി ആ സമയത്ത് കാണാം കേട്ടോ. ഡാൻസിൻ്റെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഡാൻസിൻ്റെ വീഡിയോ എടുക്കുന്ന സ്ഥലവും അതുപോലെ എൻ്റെ ഔട്ട്ഫിറ്റും എല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ സമയത്ത് കാണാം കേട്ടോ. ഹലോ, ചോറ് കഴിച്ചു കേട്ടോ. ചോറ് കഴിച്ച് ജെറീനെ ഉറക്കി. ജെറീനെ ഉറക്കാൻ കുറേ സമയം എടുത്ത് എന്നിട്ട് റെഡി ആയിട്ട് വന്ന് മേലെ നിന്ന് വീഡിയോ എടുക്കാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ വീഡിയോ എടുക്കാറുള്ളത്. പുറത്ത് പോകുന്ന സമയത്ത് അപ്പോൾ തന്നെ ഇത് വീട്ടിൽ നിന്ന് എടുക്കും, അല്ലെങ്കിൽ വീട്ടിൽ വെച്ചിട്ടാണെങ്കിൽ ഇവിടെ നിന്ന് എടുക്കും, അല്ലെങ്കിൽ ടെറസിൽ നിന്ന് എടുക്കും കേട്ടോ. അപ്പോൾ ഔട്ട്ഫിറ്റ് ഞാൻ ട്രൈപോഡിൽ ഫോൺ വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പെട്ടെന്ന് വീഡിയോ എടുക്കട്ടെ, ഇല്ലെങ്കിൽ ചെറിയ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. പിന്നെ ഞാൻ ലോങ് വീഡിയോ, അതായത് ഈ ഡേ ഇൻ മൈ ലൈഫ് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും തിങ്കളാഴ്ച ആയിരിക്കും. അപ്പോൾ അന്ന് തന്നെ ഞാൻ ഈ ഡാൻസ് വീഡിയോ അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ സമയത്ത് ഇതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഡാൻസ് വീഡിയോ എടുക്കട്ടെ. ട്രൈപോഡിൽ വെച്ചിട്ട് ഞാൻ ഔട്ട്ഫിറ്റൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഹലോ, ഡാൻസിൻ്റെ വീഡിയോ എടുത്ത് കഴിഞ്ഞു കേട്ടോ. ചെറിയതൊരായിട്ട് എഴുന്നേറ്റില്ല, നല്ല ചൂടുണ്ട്, വേർത്ത് കുളിച്ച്. അപ്പോൾ ഇനി താഴെ പോയിട്ട് ചായ ഉണ്ടാക്കി കുടിക്കണം. ഇന്ന് ബിഗ് ബോസിൻ്റെ ഫിനാലെയാണ്, അത് കാണണം. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഡാൻസ് വീഡിയോ എടുത്തതിന് ശേഷം ഞങ്ങൾ 3 പേര് ഇരുന്നിട്ട് ചായ കുടിച്ചുകൊണ്ട് ബിഗ് ബോസ് ഫിനാലെ കാണുവാണേ. അപ്പോൾ ഞാനൊരു ജിൻഡോ ഫാനാണേ. അപ്പോൾ ഈ സീസണിൽ എനിക്ക് ജിൻഡോ, അർജുൻ, സിജോ, ജാസ്മിൻ ഇവരാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ കപ്പ് ജിൻഡോന് കിട്ടണം എന്നാണ് ആഗ്രഹം. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് റിസൾട്ട് വന്നില്ലായിരുന്നു. ഇത് വോയിസ് ഓവർ കൊടുക്കുന്ന സമയമായപ്പോഴാണ് റിസൾട്ട് വന്നത് കേട്ടോ. ഹലോ, ചായ കുടിച്ചുകൊണ്ട് ബിഗ് ബോസ് ഫിനാലെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞില്ല. ജാസ്മിൻ്റെ അനിയൻ പൊന്നുവിൻ്റെയും സീനെല്ലാം കണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്ര നേരം. ഇനിയിപ്പോൾ റിസൾട്ട് ആയില്ല, ഇനിയിപ്പം വിശക്കുന്നുണ്ട്. ഇന്നാണെങ്കിൽ റോഹന് ദോശ കഴിക്കണമെന്ന്, അതായത് തട്ടുകടയിൽ ദോശ കഴിക്കണമെന്ന്. ഞാൻ അന്ന് റോഹനെ സ്കൂളിൽ കൊണ്ടാക്കാൻ പോയ സമയത്ത്, സ്കൂളിലല്ല ബസ് കയറ്റാൻ പോയ സമയത്ത് ഞാൻ ബസ് ജസ്റ്റ് പോകുന്നത് കാണിച്ചു തന്നില്ലേ. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ചെറിയ കട ഉണ്ടല്ലേ, അവിടെ രാവിലെയും വൈകുന്നേരവും ദോശ, സാമ്പാറും ചട്നിക്കറിയൊക്കെ ഉണ്ടാവും. എനിക്ക് ദോശ ഇഷ്ടമല്ല, റോഹനും ചെറുക്കും ഇഷ്ടമാണ്. അപ്പോൾ അവൻ പോയിട്ട് സന്ധ്യക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെയാണല്ലോ. അപ്പോൾ സൈക്കിൾ എടുത്ത് അവൻ പോകും, എന്നിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന് അങ്ങനെ എന്തായാലും വാങ്ങിച്ചല്ലേ. എനിക്ക് പൊറോട്ടയാണ് ഇഷ്ടം, ദോശ വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ ദോശയും സാമ്പാറും ചട്നിക്കറിയും പിന്നെ മീൻകറിയും എല്ലാം മിക്സ് ചെയ്തിട്ട് ഇനിയിപ്പോൾ കഴിക്കണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇനിയിപ്പം നാളെ തൊട്ട് രാവിലെ എഴുന്നേറ്റ് സ്കൂളിൽ പറഞ്ഞയക്കണം റോഹനെ, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഞാനൊരു ദോശ കഴിക്കട്ടെ, ദോശ, ചട്നിക്കറി, സാമ്പാർ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.
അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.